നീ മാത്രം മതിയടാ ഷാഫി. DK ശിവകുമാർ തോളിൽ തട്ടി പറയുമ്പോൾ ഷാഫി പറമ്പിൽ പിന്നോട് അങ്ങോട്ട് നടത്തിയ ഓരോ പറച്ചിലും കോരിത്തരിപ്പിക്കുന്നതാണ്. DK ശിവകുമാർ വേദിയിലെത്തിയപ്പോൾ ഏതു ഭാഷയിൽ സംസാരിക്കണം ഞാൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലാവാം എന്ന് പറയുമ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞു കന്നഡ അറിയാവുന്നവരും ഇവിടെ ഉണ്ട് എന്ന്. എങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്ന് തുടർന്നപ്പോൾ ഷാഫി പറമ്പിൽ DK ശിവകുമാറിന് തർജ്ജമ ചെയ്യുകയാണ് ഉണ്ടായത്. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും അനുസ്മരണ പരിപാടിയിലാണ് DK ശിവകുമാറിന്റെ പ്രസംഗവും അതിനുള്ള ഷാഫിയുടെ തർജ്ജമയും. ഘോരഘോരം ആളുകളെ കയ്യിലെടുക്കുന്നതായിരുന്നു. ആ ത്രസിപ്പിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. No, I don't know. You need translation because I know only English and Kannada. I don't know Malayalam. Everybody knows Kannada. Who all know Kannada? Lift your hand. English, Kannada, both are managed. Okay. English, speak in Kannada. No, I will. Everybody knows English also. Don't worry about that. You don't have No, any no. correlation. Translate. You will translate in Malayali? Only if it's in English. Okay. And I'll speak in English only. Then I'll add little Kannada also. Later. Namaskar to all of you. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. Honorable Party President, my friend, colleague, Mr. Sudhakaran, Honorable Member of the Parliament, Mr. Raj Mohan, our Shafi, our new MP, Mr. Soni Sebastian, Mr. Faisal, Mr. Rahul, our MLA and Youth Congress President, our Nalpat who also joined me. My working president is there, Mr. Manjunath Bandari, and some of the leaders also joined me. I am very happy to be on this great occasion. I have not come here as a deputy chief minister. I have come here as a youth congress leader 35-40 years back. പ്രസ്ഥാനത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹപ്രവർത്തകർ, പ്രിയങ്കരനായ K. സുധാകരൻ, പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, എന്നോടൊപ്പം കർണാടകയിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട PCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ മഞ്ജുനാഥ്, പ്രിയപ്പെട്ട മുഹമ്മദ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, ഈ നിമിഷത്തിൽ ഞാൻ ഇവിടെ വന്നു ചേർന്ന് നിൽക്കുന്നത് കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടല്ല. എന്റെ ഓർമ്മകളും എന്റെ രക്തവും 30-40 വർഷം പുറകിലേക്ക് പോകുന്നു. അന്നത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വികാര വായ്പയോടുകൂടിയാണ് ഞാൻ ഈ സംഗമത്തെ അഭിസംബോധന ചെയ്യുന്നത്. I was a NSUI district president and a Taluk Youth Congress president. From there, I have grown up till today with dedication to the party and loyal to the Gandhi family. ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ താലൂക്ക് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് തുടങ്ങി ഇന്ന് വരെ എത്തി നിൽക്കുന്ന എന്റെ യാത്രയുടെ കരുത്തെന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തോടുള്ള അടങ്ങാത്ത പ്രതിബദ്ധതയും അതുപോലെ തന്നെ ഗാന്ധി കുടുംബത്തോടുള്ള എന്റെ പ്രസ്ഥാനത്തിനോടുള്ള കൂറുമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I was being given a Congress party ticket when I was a final year BCom student to fight against Devegowda by Rajiv Gandhi. From that day till today, I am fighting for the cause of the party. So I thought that how many works I may have in Bangalore. Mr. K.C. Venugopal called me and said, DK, Youth Congress workers have been killed. You have to go there, give your strength, show that you are loyalty to the Youth Congress. That is why I have come here. അവസാന വർഷ BCom വിദ്യാർത്ഥിയായിരുന്ന എന്നെ ദേവഗൌഡ പോലുള്ള അധികാരിനെതിരെ മത്സരിക്കാൻ നിയോഗിച്ച പാർട്ടിയോടുള്ള കൂറ് അചഞ്ചലമാണ് എന്റെ ഉള്ളിലുള്ളത്. പ്രിയപ്പെട്ട KC വേണുഗോപാൽ വിളിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ചോരയും നീരുമായ 2 സഹപ്രവർത്തകർ കൊല്ലപ്പെട്ട മണ്ണിലേക്ക് DK പോകണം എന്ന് പറഞ്ഞപ്പോൾ അതിനോട് മറുത്തൊരക്ഷരം പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ ഒരു അടിമുടി പാർട്ടിക്കാരനാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. I am very happy to be on this great occasion. Our friends, my young friends, Mr. Sharat Lal and our Krupesh might be not here, but his idols, their vision, their loyalty, the sacrifice, he is being still alive today. That is why we all have joined today.
to support their cause. രണ്ട് ധീരരായ സഹപ്രവർത്തകർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയി. അവരുടെ അകാല മരണം കൊണ്ട് അവർ നമുക്കിടയിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ അവരില്ലെങ്കിലും അവർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അവര് മുറുകെ പിടിച്ച മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾക്ക് വേണ്ടി അവർ നടത്തിയ രക്തസാക്ഷിത്വം, അത് വെറുതെയാവില്ല, അത് വെറുതെയല്ല, അത് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്താണ് എന്ന് ഈ സംഗമം വിളിച്ചോതുകയാണ്. I personally believe always there will be a law of nature. No one can hide. No one can escape the misdeed. Today, our two young friends have lost their lives. But ultimately, justice has been prevailed. All of you have fought for the justice. I could meet the parents of the deceased martyrs. I feel very sorry for them. But still, their contribution for the Congress party cannot be measured by anything. So that is why, for the love and for the large-hearted, all of you have joined here, and so I am also a part of this great event. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വസ്തുതയുണ്ട്. നീതിയിൽ നിന്ന് ഒരാൾക്കും ഒളിച്ചോടാൻ കഴിയില്ല, ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. രണ്ട് ധീരരായ സഹപ്രവർത്തകർ ജീവത്യാഗം നടത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി സംഭവിക്കേണ്ട നീതി ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. അവരുടെ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഇവിടെ സമ്മേളിക്കുന്നത്. അവരുടെ ഓർമ്മകളാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടുന്നത്. അവരുടെ ഓർമ്മകളാണ് നമ്മളെ ഇവിടെ കരുത്തരാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവത്യാഗത്തിന് അതിന് ഉത്തരവാദികളായ ആളുകൾ അവരും നീതിയുടെയും നിയമത്തിന്റെയും കൈപ്പിടിയിൽ ഒതുങ്ങുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. Our party has a great history. Congress history is country's history. Congress strength is country's strength. When our Congress party is in power, all sections of the party is in power. Our Gandhi family, they have sacrificed their life. They have sacrificed their power. You know, from the days of Indira Gandhi, she gave her life to the party. Rajiv Gandhi gave his life to the party. And Sonia Gandhi could have become the Prime Minister of this country for 10 years. But she refused. And Rahul Gandhi, whom you made him MP with a great margin and supported him in the crisis, he also could have become the Prime Minister. But he also denied for the sake of the party. That is the strength of the Congress party and the leaders what we have in our party. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മഹിതമായ ഒരു ചരിത്രമുണ്ട്. ഈ പ്രസ്ഥാനത്തിന് മഹിതമായ ഒരു പാരമ്പര്യമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. ഇതിന്റെ നേതാക്കന്മാരുടെ സംഭാവനകളെ കണ്ടിൽ നിന്ന് വെക്കാൻ കഴിയില്ല. ഈ പ്രസ്ഥാനത്തിനെ നയിച്ചവർക്ക് ത്യാഗത്തിന്റേതായ ചരിത്രം കൂടിയുണ്ട്. ഈ നാടിനു വേണ്ടി ഛിന്ന ഭിന്നമായി പോയ ഇന്ദിരാഗാന്ധിയുടെ, ഈ നാടിനു വേണ്ടി ചിതറിത്തെറിച്ചു പോയ രാജീവ് ഗാന്ധിയുടെ പ്രസ്ഥാനം, അവരുടെ ജീവത്യാഗം ഈ നാടിനു വേണ്ടിയുള്ളതായിരുന്നു. ഈ നാടിന്റെ പ്രധാനമന്ത്രി പദം കൈവെള്ളയിൽ വന്നപ്പോ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി അത് വേണ്ടെന്ന് വെക്കുന്നുവെന്ന് ഉറച്ച നിലപാടെടുത്ത സോണിയാഗാന്ധിയുടെ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 10 വർഷം തുടർച്ചയായി ഈ പ്രസ്ഥാനം അധികാരത്തിലേക്ക് തിരികെ വന്നപ്പോ അതിലേത് ദിവസത്തിലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കടന്നിരിക്കാൻ സർവസ്വം കൊണ്ട് യോഗ്യനായിരുന്നിട്ടും ഞാൻ അതിലേക്കില്ല എന്ന് തീരുമാനമെടുത്ത രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുടെ സ്ഥാനത്യാഗങ്ങൾ അത് ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തോട് ചേർന്ന് കിടക്കുന്നതാണ്. അത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയാത്തതുമാണ്. As our leaders have sacrificed their lives, my young friends, Youth Congress friends, 2 of them who have been killed by I don't want to comment on the other, but they have sacrificed their life. Ultimately, the justice has been prevailed. Injustice was there, so you all have fought. Ultimately, the courts has given justice. Justice has been flown from the seat of justice. I would like to thank the court for giving the justice to all of us today on this great event. 2 യുവാക്കൾ, 2 ധീരരായ ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അനീതിക്കിരയായ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ അനീതി ചെയ്ത കൊടിയ അക്രമത്തിന്റെ ആ അക്രമത്തിന് അതിന് ബദലുണ്ടാവണം, പരിഹാരം ഉണ്ടാവണം, നീതി ഉണ്ടാവണം. ആ നീതിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും നടത്തിയ പോരാട്ടം
ഇവിടുത്തെ പ്രസ്ഥാനം പാർട്ടി നടത്തിയ പോരാട്ടം പാർട്ടിയുടെ പ്രസിഡന്റ് വേദിയിലുണ്ട്. ഞാൻ അവരുടെ കുടുംബത്തെ കണ്ടിരുന്നു. ആ കുടുംബം നടത്തിയ പോരാട്ടം, ആ പോരാട്ടങ്ങൾ ഇവിടെ നീതി നിർവ്വഹണത്തിന്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി കരുത്തായി മാറിയെന്ന് നിങ്ങൾ കണ്ടു. ആ കൊടിയ അനീതിക്കെതിരായി ഇവിടെ നീതിയുടെ നിർവഹണം നടന്നിരിക്കുന്നു. നീതി ലഭ്യമാവാനുള്ള നിങ്ങളുടെ പോരാട്ടം ഒരു പരിധിവരെ എത്തിയിരിക്കുന്നു. ഈ കൊടും ക്രൂരകൃത്യം ചെയ്ത കൊലപാതകികളെ, അക്രമികളെ ഈ നാടിന്റെ നിയമ സംവിധാനം അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിച്ചിരിക്കുകയാണ്. Today, I am very shocked to hear the history of this event, this crime. I never expected a communist party which has a big history that they have been indulged in organizing such type of crimes. It is a shame on Indian democracy. It is a shame on Indian culture. ജനാധിപത്യത്തിനേറ്റ തീരാ കളങ്കമാണ് പെരിയയിൽ നടന്ന ഈ ക്രൂരകൃത്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഇന്ത്യയുടെ സംസ്കൃതിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്, അപമാന ഭാരമാണ് ഈ കളങ്കം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വലിയ പാരമ്പര്യം പേർന്നവരെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്ര ക്രൂരമായ അതിക്രമങ്ങളിൽ, കൊലപാതക രാഷ്ട്രീയത്തിൽ അവരുടെ തല താഴ്ത്തി വെക്കുന്നത് വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഇവിടെ വന്നപ്പോ ഞാൻ അത് തിരിച്ചറിയാൻ, വിശ്വസിക്കാൻ കഴിയാത്ത ക്രൂരതയാണ് ഈ പെരിയയുടെ മണ്ണിൽ അവർ നടത്തിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. I could understand the pain of the parents. I could understand the pain of the party men. I could understand the pain of all the friends and the congressmen here. Today I am here to tell you that under the leadership of Sonia Gandhi, Rahul Gandhi and Priyanka Gandhi and Mr. Mallikarjun Kharge, they all have sent their message and blessing that we stand by our young youth Congress people who have paid their lives for the sake of the party today. ആറ്റുനോറ്റുണ്ടാക്കിയ മക്കളെ നഷ്ടപ്പെട്ട രക്ഷിതാക്കളുടെ വേദന എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഒപ്പം കൊടിപിടിച്ച് നടന്ന പ്രസ്ഥാനത്തിന്റെ സഹപ്രവർത്തകരുടെ വേദന അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. സുഹൃത്തായും കുടുംബാംഗങ്ങളുമായും ഒപ്പം നടന്നവർ, നാട്ടിലെ പ്രിയപ്പെട്ടവർ, അവർക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന വേദനയുടെ അളവ് അത് കൃത്യമായി തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഞാനിവിടെ വന്ന് സംസാരിക്കുന്നത് ഈ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ കൂടെ മാനസികമായ പിൻബലത്തോടു കൂടിയാണ്. സോണിയ ഗാന്ധിയുടെ പിന്തുണ, രാഹുൽ ഗാന്ധിയുടെ പിന്തുണ, പ്രിയങ്ക ഗാന്ധിയുടെ പിന്തുണ, മല്ലികാർജുന ഖാർഗെയുടെ പിന്തുണ, ഈ ത്രിവർണ്ണ പതാകയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രണ്ട് ധീര പോരാളികൾക്കൊപ്പം കോൺഗ്രസ് കുടുംബത്തിന്റെ, രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും ഐക്യദാർഢ്യവും പിന്തുണയും ഉണ്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I would like to thank on behalf of all the congressmen in the country. Congress party can't forget my Kerala voters who voted to the parliament in the past parliament elections, and you gave a very big number of seats when we were only 40 and odd. That time also you gave more than 19-20 seats to the UDF. Again this year you have given very big mandate. Our number has reached 100. Your Kerala contribution to the India bloc can't be forgotten. You are the root of the Congress party. You are the root of the democracy. You are a big strength to all of us. I salute you on behalf of the Congress party to all the workers and the voters of this state. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ജനാധിപത്യ സമൂഹത്തെ മറക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയില്ല. രാജ്യം ജനാധിപത്യ അതിജീവനത്തിന്റെ പാതയിൽ ഒരു പോരാട്ടത്തിന്റെ നാളുകളായിരുന്നപ്പോ രാജ്യത്തെമ്പാടും വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നപ്പോഴും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഇത്തവണ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കോൺഗ്രസ് ഒരു വലിയ പോരാട്ടം നയിച്ച് 100 സീറ്റിലേക്ക് എത്തിയപ്പോ അവിടെ 100 കോൺഗ്രസിന്റെ എംപിമാർ കൈ ഉയർത്തി നിൽക്കുമ്പോ അതിന് ഏറ്റവും കരുത്ത് പകർന്നത് കേരളത്തിലെ വോട്ടർമാരാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. കഴിഞ്ഞ തവണ 19 ഇത്തവണ 18 കോൺഗ്രസിന്റെ കരുത്തായി മാറിയ വോട്ടിന്റെ ഉടമകളാണ് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യ സമൂഹത്തിന്റെ പേരിൽ, ഇന്ത്യ മുന്നണിയുടെ പേരിൽ, കോൺഗ്രസ് കുടുംബാംഗങ്ങളുടെ പേരിൽ കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തോടുള്ള നന്ദിയും അഭിവാദ്യങ്ങളും ഈ വേദിയിലും നേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. When Rahul Gandhi lost in Uttar Pradesh, you elected him. Again,
Today you have elected Priyanka Gandhi. These two leaders will change the destiny of this country. I am very confident, and for your lifetime, you will remember the contribution of your votes to the Gandhi family and to the country. വർഗീയതയുടെയും വിഭാഗീയതയുടെയും കൈപ്പിടിയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ രണ്ട് നേതാക്കന്മാർക്ക് കഴിയും. നിങ്ങൾക്കറിയാം, യു പിയിലെ അമേഠിയിൽ കാലടറി വന്നപ്പോ ഇവിടെ ചേർത്ത് പിടിച്ച് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ജനാധിപത്യത്തിന്റെ കരുത്തായി രാഹുൽ ഗാന്ധി അയച്ചത് കേരളമാണ്. ഇപ്പൊ ഇതാ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ചത് കേരളമാണ്. ഈ രാജ്യത്തിന്റെ നിർണായകമായ ഭാഗധേയം അത് മാറ്റി എഴുതാൻ കരുത്തുള്ള രണ്ട് നേതാക്കന്മാരെയും പാർലമെന്റിലേക്ക് അയച്ചതിന്റെ ക്രെഡിറ്റ് കേരളീയ പൊതുസമൂഹത്തിനാണ്, നിങ്ങൾക്കാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട, ഒരു തർക്കവും വേണ്ട. അവർ ഈ രാജ്യത്തെ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. I have a lot of friends in Bangalore who has been working, who have the roots of Kerala. Either they'll be a congressman or a communist, but everyone tell that they are very much shocked on the administration of the LDF government. They want to see that a UDF government will come and serve this state in the next election. മലയാളി സഹോദരന്മാരെ കൊണ്ട് സമ്പന്നമാണ് ബാംഗ്ലൂർ. അതിൽ പലരും എനിക്ക് സുഹൃത്തുക്കളാണ്, പലരും എനിക്ക് സഹോദരന്മാരാണ്. അവരെ ഞാൻ കാണുമ്പോ സംസാരിക്കുമ്പോ അവരിൽ പലരും കോൺഗ്രസ് പ്രവർത്തകരാണ്, അവരിൽ പലരും കോൺഗ്രസിന്റെ പ്രവർത്തകരെയല്ല. പക്ഷെ ഒരേ സ്വരത്തിൽ ഒന്നടങ്കം അവർ പറയുന്നു, ഈ ഭരണകൂടത്തെ, പിണറായി വിജയന്റെ ഭരണകൂടത്തെ, LDFന്റെ ഭരണകൂടത്തെ മലയാളി സമൂഹത്തിന് മടുത്തിരിക്കുന്നു എന്ന് അവരെ തുറന്നു പറയുന്നു. എനിക്ക് ഉറപ്പാണ് 2026 കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറും. അധികാരത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി ഒരു കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരുമെന്ന് അവരോട് സംസാരിക്കുമ്പോ എനിക്ക് അനുഭവപ്പെടുന്നു. I am very confident the Congress-led government here will give a good administration. It will not involve in any criminal politics. They will be very clean, and they will be a model government to the country. This is what Congress party has given in the earlier. We would like to repeat and say that today again, with all your support, with the people of Kerala, I am confident that the Congress-led government will come to power and serve you better. കറകളഞ്ഞ അഴിമതി വിരുദ്ധ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഇനി വരാനിരിക്കുന്ന UDFന്റെ ഗവൺമെന്റിന്, കോൺഗ്രസിന്റെ ഗവൺമെന്റിന് സാധിക്കും. അതെനിക്ക് ഉറപ്പാണ്. ഈ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഈ നാടിന് തന്നെ മാതൃകയായ ഒരു ഗവൺമെന്റിനെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മുൻ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അത് കോൺഗ്രസ് ഈ മണ്ണിൽ സാധ്യമാക്കും. നിങ്ങൾ അത് ഈ മണ്ണിൽ അനുഭവിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The entire voters know that CPI has a political understanding with the BJP. This is not good in the interest of the Kerala, for the Kerala development. Whatever understanding they have, they could not give a good governance. They could not bring growth. They could not be happiness. We could see a lot of people suffering from the Kerala administration. But with all your support, I appeal to you, you should find out a way, convince the people that you should have a UDF government and it will serve you better and to safeguard all your interests. BJPയും CPMും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവം ഇന്ന് പകല പോലെ കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമാണ്. ആ അവിശുദ്ധ ബാന്ധവം കേരളത്തിന് ഗുണം ചെയ്യുന്ന ഒന്നല്ല, അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒന്നല്ല. എനിക്ക് ഉറപ്പാണ്, ആ കള്ള കൂട്ടുകെട്ടിനെ പൊളിച്ചെഴുതി 2026 UDF കേരളത്തിന്റെ അധികാരത്തിലേക്ക് വരും. ആ ഗവൺമെന്റ് ഗുണ്ടകളുടെ ഗവൺമെന്റ് ആയിരിക്കില്ല, ആ ഗവൺമെന്റ് ക്രിമിനലുകളുടെ ഗവൺമെന്റ് ആയിരിക്കില്ല. ആ ഗവൺമെന്റിന്റെ അജണ്ട നാടിന്റെ വികസനമായിരിക്കും, കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കായിരിക്കും. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഏർപ്പെടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജനങ്ങളുമായി സംവദിക്കണം, അവരോടൊപ്പം നിൽക്കണം, അവരെ ചേർത്ത് നിർത്തി അനിവാര്യമായ രാഷ്ട്രീയ മാറ്റത്തിന് നിങ്ങളൊരു പോരാട്ടം നയിക്കുമെന്ന് തന്നെയാണ് എന്റെ ഉറച്ച പ്രതീക്ഷ. Anyway, at last, I would like to thank all the workers who have assembled here. I thought that it is in the district headquarters, so I never knew. I took some time there. Otherwise, I would have come a little bit early. I have a flight. I have to reach for some important work. I have to go back to Rajasthan for a
one minister's conference in Rajasthan, All India Irrigation Minister Conference. I have to go there. But still, I thought that I said that you should send me early, because if it was early morning, it would have been a great help to me. Anyway, a great gathering, but still I would like to tell you that I received a letter from our ward committee members that they wanted to form a cultural center at the name of the martyrs here. So I would like to announce that on behalf of the KPCC, I will give 25 lakhs for that. പ്രിയപ്പെട്ടവരെ, ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ നിങ്ങളോട് രേഖപ്പെടുത്തുന്നു. ഞാൻ ഈ പരിപാടിയെ സംബന്ധിച്ച് കേട്ടപ്പോ വിചാരിച്ചത് ഇത് കാസർഗോഡിന്റെ നഗരഹൃദയത്തിൽ എവിടെയെങ്കിലും വെച്ച് നടക്കുന്ന പരിപാടിയായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ യാത്ര അതിനനുസരിച്ച് പ്ലാൻ ചെയ്തത്. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇത് അവിടെ നിന്നും ഇങ്ങോട്ട് പോരണമെന്ന്. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോഴും കാണുന്നത് വിസ്മയകരമായ ജനക്കൂട്ടമാണ് ഈ സംഗമത്തെ മനോഹരമാക്കുന്നത്. ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. ഇവിടുത്തെ വാർഡിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ ഒരു അപേക്ഷ എന്റെ കയ്യിലുണ്ട്. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച 2 ധീര പോരാളികൾക്ക് അവർക്കൊരു നിത്യ സ്മാരകം ഒരുക്കുന്നതിന് വേണ്ടി ഒരു സാംസ്കാരിക കേന്ദ്രം ഈ കല്യോട്ടിന്റെ മണ്ണിൽ പണിയാൻ ഇവിടുത്തെ വാർഡിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അപേക്ഷ എന്റെ കയ്യിലുണ്ട്. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, അത് സാധ്യമാക്കാൻ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ 25 ലക്ഷം രൂപ നമ്മുടെ പ്രദേശത്തിന്, നമ്മുടെ സ്ഥലത്തിന്, അവരുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് നിത്യസ്മാരകം തീർക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്നത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ തുക അനുവദിക്കുമെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I appeal to my God, whom I believe. May the soul of Sharath and Kripesh rest in peace. You should not worry. His idols remain, his vision remain, his philosophy remain, and his strength for the party will remain. So let us all be with their parents, with friends and family members. Let us give them strength morally and physically. That is what we can do. May God bless them all. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആ 2 ധീരരായ ചെറുപ്പക്കാർക്ക് അത്യുന്നതങ്ങളിൽ നിത്യമായ ശാന്തി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കുടുംബങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, അവരുടെ വേണ്ടപ്പെട്ടവർക്ക്, അവർക്ക് ഈ വലിയ നഷ്ടത്തെ അതിജീവിക്കാനുള്ള മാനസികമായ കരുത്തുണ്ടാവട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നാടിന്, ആ പ്രിയപ്പെട്ട പോരാളികൾക്കൊപ്പം നടന്നവർക്ക് അതിനെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ಕೊನೆಗೆ ನಾನು ತಮ್ಮೆಲ್ಲರಿಗೂ ಹೇಳೋದು, ಬಹಳ ಸಂತೋಷದಿಂದ ನಮ್ಮ ಯುವಕರಂತ ಶರತ್ ಲಾಲ್ ಮತ್ತು ಕೃಪೇಶ್ಗೆ ಅವರ ಆತ್ಮಕ್ಕೆ ಶಾಂತಿ ಸಿಗಲಿ. ಅವರ ಹೋರಾಟ, ಅವರ ವಿಚಾರಧಾರೆಗಳು, ಅವರ ಚಿಂತನೆಗಳು ಇವತ್ತು ಸಾವು ಇಲ್ಲ, ಅದಕ್ಕೆ ಇನ್ನ ಬದುಕಿದೆ. ಮಹಾತ್ಮ ಗಾಂಧೀಜಿಯವರು ಹೇಳ್ದಂಗೆ ಅವರು ಸತ್ತಿರಬಹುದು, ಆದ್ರೆ ಅವರ ಆದರ್ಶಗಳು ಇನ್ನೂ ಕೂಡ ಬದುಕಿದೆ ಅಂತ ಹೇಳಿ ಮಹಾತ್ಮ ಗಾಂಧೀಜಿಯವರು ಹೇಳಿದ್ದಾರೆ. ಹಂಗೆ ಇವತ್ತು ಅವರೆಲ್ಲ ಆತ್ಮಕ್ಕೆ ಶಾಂತಿ ಸಿಗಲಿ ಅಂತ ಹೇಳಿ ಬಂದಿದ್ದೇನೆ. ವಿಶೇಷವಾಗಿ ನಾನು ಐ ವುಡ್ ಲೈಕ್ ಟು ಥ್ಯಾಂಕ್ ನಮ್ಮ ಪಾರ್ಲಿಮೆಂಟ್ ಮೆಂಬರ್ who was very instrumental to bring me here, my PCC president and all the DCC and all friends. You have made a very massive program. I salute you. You please, you should not, none of you should go here. You should stay here. But I have to go back with my flight. I don't have a second flight. I have to go back. I have some emergency program. I have to reach Rajasthan late night. You should please excuse me. Anyway, I wish you all the best. Jai Hind. Jai Congress. 2 ധീരരായ ചെറുപ്പക്കാരുടെ Jai Sharath. Jai Krupesh. 2 ധീരരായ ചെറുപ്പക്കാരുടെ ആത്മാവിന് നിത്യശാന്തി ഞാൻ നേരുന്നു. അവരുടെ ജീവത്യാഗം വെറുതെയാവില്ല. അവരുയർത്തിപ്പിടിച്ച ആശയങ്ങൾ വെറുതെയാവില്ല. അവരുടെ ആശയധാരകൾ അത് പരാജയപ്പെടില്ല. ഗാന്ധിയെ കൊന്നിട്ടും ഗാന്ധിയുടെ ആശയങ്ങൾ ഇന്നും അതിജീവിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ 2 ചെറുപ്പക്കാർ, അവരുടെ ജീവത്യാഗം അത് ഈ നാടിന് കരുത്തായി മാറും. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. എനിക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്നേഹാഭിവാദ്യങ്ങളും നന്ദിയും അറിയിക്കുന്നു. ജയ് ശരത് ലാൽ, ജയ് കൃപേഷ്. District Congress Committee is